ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവഗീതം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുമ്പോഴേ അറിയാം ഞങ്ങളൊരു യാത്രയിലാണെന്ന്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഈ യാത്ര. പുലർച്ചെ 5:30 കാസർഗോഡ് നിന്നും പുറപ്പെട്ട് ഞങ്ങളൊരു 3.5 മണിക്കൂറോളം യാത്ര ചെയ്താണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. യാത്രാമധ്യേ വിശപ്പകറ്റാനായി ഹോട്ടലിൽ കയറി. അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇതാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗ ശൈലേശ്വരി ദേവി ക്ഷേത്ര കവാടം. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തു കൂടിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവിടെ തന്നെ പഴശ്ശിരാജയുടെ മനോഹരമായൊരു പ്രതിമ പണിതുയർത്തിയിട്ടുമുണ്ട്. സംഗീതത്തിൻ്റെ ജീവൻ തുടിക്കുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 2 ഭാവത്തിലാണ് ദേവി സങ്കല്പം, മൃദംഗ ശൈലേശ്വരിയായും പോർക്കലി ഭഗവതിയായും. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് പടിഞ്ഞാറേ കോവിലകത്താണ് വീരസിംഹം പഴശ്ശിരാജയുടെ ജനനം. അങ്ങനെ ഈ ഭവനം കാണാനും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുടുംബ പരദേവതയാണ് ദേവി മൃദംഗ ശൈലേശ്വരി. 4 തവണ ദേവി വിഗ്രഹം മോഷ്ടിക്കാനുള്ള ശ്രമം നടന്നെങ്കിലും ദിശാബോധം നഷ്ടപ്പെട്ടതിനെ തുടർന്നും ശാരീരിക അസ്വാസ്ഥ്യം മൂലവും ദേവി വിഗ്രഹം പലയിടങ്ങളിലായി ഉപേക്ഷിച്ച് കള്ളന്മാർ കടന്നുകളഞ്ഞു അത്രേ. തങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അവർ ഏറ്റുപറഞ്ഞിട്ടുമുണ്ട്. വിഗ്രഹം ഉപേക്ഷിക്കുമ്പോൾ എല്ലാം സുഖമാവുകയും ചെയ്തുവെന്ന് അവർ വ്യക്തമാക്കി. ഈ സംഭവം ക്ഷേത്രത്തിനെ പ്രസിദ്ധിയിലെത്തിച്ചു. ഇതേ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് കോട്ടയത്ത് തമ്പുരാൻ കഥകളി രചിച്ചത്. എത്ര ശ്രമിച്ചിട്ടും കഥകളിയിലെ സ്ത്രീവേഷരൂപം ചിട്ടപ്പെടുത്താൻ തമ്പുരാന് കഴിഞ്ഞില്ല. തുടർന്ന് ക്ഷേത്ര തീർത്ഥക്കുളത്തിന് സമീപത്തുള്ള അരയാൽത്തറയിൽ ദേവിയെ ധ്യാനിച്ചിരുന്ന തമ്പുരാന് കഥകളിയുടെ സ്ത്രീവേഷരൂപത്തിൽ തന്നെ ദേവി സ്വരൂപ ദർശനം നൽകിയെന്നാണ് പറയപ്പെടുന്നത്. അരയ്ക്ക് താഴെ വെള്ളത്തിനടിയിലായതുകൊണ്ട് രൂപം പൂർണ്ണമായില്ല. അതുകൊണ്ടാണ് വെള്ളനിറത്തിൽ തന്നെ അരയ്ക്ക് കീഴ്പോട്ട് ചിട്ടപ്പെടുത്തിയത്. ഇന്നും ലോകത്തെവിടെയും വിശ്വകലയായ കഥകളി ആരംഭിക്കുമ്പോൾ മൃദംഗ ശൈലേശ്വരിയെ പ്രകീർത്തിച്ച് ശ്ലോകം ചൊല്ലിയേ തുടങ്ങാറുള്ളൂ. സാഹിത്യത്തിലും കലയിലും താല്പര്യമുള്ളവർ തീർച്ചയായും മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ വരേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. എന്തായാലും എനിക്കും കുടുംബത്തിനും ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞത് ഒരു നിയോഗമായി ഞാൻ കരുതുന്നു. പടിഞ്ഞാറേ കോവിലകത്ത് കയറിയാൽ നമുക്ക് നിലവറ ദേവിയെ കാണാം. കൂടാതെ അവിടുത്തെ ചരിത്രവും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു പുരാതന ശൈലിയിൽ തന്നെയുള്ള കോവിലകമാണ് ഇപ്പോൾ പണിതുയർത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലും പരിസരത്തും ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ നെയ്വിളക്കും തിരുവക്കാടിയും എഴുതിച്ച് ദേവി ദർശനം നടത്തി അതീവ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു.